Hello, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 5 ബെസ്റ്റ് ഫേസ് വാഷസ് ആണ് കാണിച്ചു തരുന്നത്. ഒരുപാട് നല്ല ഫേസ് വാഷസ് ഉണ്ട്, പക്ഷെ അതിൽ സോർട്ട് ചെയ്തിട്ട് ഞാൻ ഇതിന് മുന്നേയും ഫേസ് വാഷസിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കോമൺ ആയിട്ട് വരാത്ത വേറെ കുറച്ച് നല്ല ഫേസ് വാഷസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ 5 ഫേസ് വാഷസിൽ ഞാൻ 3 ഫേസ് വാഷസ് ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് വെച്ചിരിക്കുന്നത്. ഒരു ഫേസ് വാഷ് നോർമൽ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് 5ാമത്തെ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ മാർക്കറ്റ്സിൽ ഒത്തിരിയും നല്ല ഫേസ് വാഷസ് അവൈലബിൾ ആണ്. പല സ്കിൻ കൺസേൺസ് അനുസരിച്ചിട്ടുള്ള ഫേസ് വാഷസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് ആ ഫേസ് വാഷസ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനെ അധികം സ്ട്രിപ്പ് ചെയ്യാതെ, കൂടുതൽ ഓയിലിയും ആക്കില്ല, കൂടുതൽ ഡ്രൈയും ആക്കാതെ ഒരു ബാലൻസിൽ നിർത്തുന്ന ഫേസ് വാഷസ് ആണ് ഓൾ സ്കിൻ ടൈപ്പിനുള്ള ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ ഹൈപ്പൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റൈസ് വാട്ടർ ബ്രൈറ്റനിങ് ഡെയിലി ക്ലെൻസർ ആണ്. ഹൈപ്പൻ എന്ന് പറയുന്ന ബ്രാൻഡ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. കൃതി സനന്റെ ആണ് ഈ ഹൈപ്പൻ എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ അവർ അതിൽ ഒരുപാട് നല്ല നല്ല പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും വൺ ഓഫ് ദി ബെസ്റ്റ് അവരുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു ക്ലെൻസർ എന്ന് പറയുന്നത് ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലെൻസർ ആണ്. അപ്പോൾ നിങ്ങളുടെ നോർമൽ സ്കിൻ ആവട്ടെ, ഓയിലി സ്കിൻ ആവട്ടെ, ഡ്രൈ സ്കിൻ ആവട്ടെ, ഏത് സ്കിന്നുകാർക്കും എന്ത് സ്കിൻ കൺസേൺ ഉള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷ് ആണ്. ഇതിൽ റൈസ് വാട്ടർ വരുന്നുണ്ട്, വിറ്റമിൻ സി വരുന്നുണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് വരുന്നുണ്ട്, പിന്നീട് ടേമറിക് ആൻഡ് യൂസു എക്സ്ട്രാക്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ, ഈ കോമ്പോണൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് പല ഗുണങ്ങൾ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലി ബ്രൈറ്റൻ ചെയ്യും. വിറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കും. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റ് ആയിട്ട് പീൽ ചെയ്ത്, ഇതിൽ വളരെ ചെറിയ എമൗണ്ട് ഓഫ് 0.5% ഗ്ലൈക്കോളിക് ആസിഡേ ഉള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതോറും നമ്മുടെ സ്കിന്നിനെ ജെന്റ്ലി എക്സ്ഫോലിയേറ്റ് ചെയ്ത് കൂടുതൽ ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ടേമറിക് ആൻഡ് യൂസു എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷനോ ഹൈപ്പർ പിഗ്മെന്റേഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫേഡ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഗുണം കിട്ടണം എന്നില്ല. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതൊക്കെ ക്ലെൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് AM-ലും PM-ലും ഈ ഒരു ക്ലെൻസർ നിങ്ങൾക്ക് AM PM യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഡേ ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്കിൻ കൺസേൺ ഉള്ള ആൾക്കാർ ഈ ക്ലെൻസർ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. പക്ഷേ ക്ലെൻസർ യൂസ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, ഇത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലെൻസിങ് നമ്മൾ പ്രോപ്പർ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസിങ്, ഇപ്പോൾ ടോണർ യൂസ് ചെയ്യണമെങ്കിൽ ടോണർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ ടോണർ യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് മോയ്സ്ചറൈസിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ കറക്ഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്ക് സീറം എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീറം ആദ്യം യൂസ് ചെയ്യുക, അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നീട് SPF. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AM-ലാണെന്നുണ്ടെങ്കിൽ SPF യൂസ് ചെയ്യുക, PM-ലാണെന്നുണ്ടെങ്കിൽ SPF യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഹൈപ്പൻ റൈസ് വാട്ടർ ബ്രൈറ്റനിങ് ഫേഷ്യൽ ക്ലെൻസർ. ഇതിന്റെ റേറ്റ് വരുന്നത് 299 റുപ്പീസ് ആണ്. നമുക്ക് ഈസിലി അവരുടെ വെബ്സൈറ്റിൽ നിന്നോ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അടുത്ത പ്രോഡക്റ്റ് ബയോക്യൂളിന്റെ അക്വാ ബൂസ്റ്റ് ഹൈഡ്രേറ്റിംഗ് ജെൽ ക്ലെൻസർ ആണ്. അക്വാ പോറിൻ ബൂസ്റ്റേഴ്സും HA ആണല്ലോ വരുന്നത്. ഈ ഒരു ക്ലെൻസറും ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്ത് സ്കിൻ കൺസേൺ ഉള്ള ആൾക്കാർക്കും ഈ ഒരു ജെൽ ക്ലെൻസർ യൂസ് ചെയ്യാം. ഇത് ജെൽ ടെക്സ്ചറിലാണ് വരുന്നത്. ഈ ഒരു ജെൽ ക്ലെൻസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നിനെ ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആൻഡ് സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വളരെയധികം ഇന്റൻസ് ഹൈഡ്രേഷൻ ആണ് ഈ ഒരു ക്ലെൻസർ തരുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു ജെൽ ക്ലെൻസറിൽ ഹൈലറോണിക് ആസിഡ് വരുന്നുണ്ട്, ഗ്ലിസറിൻ വരുന്നുണ്ട്, ബീറ്റെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കോമ്പോണൻസ് നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ സ്ട്രെങ്തൻ ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ സ്കിന്നിനെ ഇത് സൂത്ത് ആൻഡ് കാം ആക്കുന്നു. ദാറ്റ് ഈസ് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഫ്ലേക്കി ആയിട്ടിരിക്കുന്നോ പാച്ചി ആയിട്ടിരിക്കുന്നോ അതിനെല്ലാം സ്മൂത്ത് ആക്കി നമ്മുടെ സ്കിന്നിനെ വളരെയധികം കാം ആക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ വളരെയധികം പ്ലംപ് ആൻഡ് ഹെൽത്തി ആകുന്നു. നമുക്ക് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആൻഡ് സോഫ്റ്റ് ആക്കി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ബയോക്യൂളിൽ തന്നെ കറക്റ്റിംഗ് സീറമും കിട്ടും. അതും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ക്ലെൻസർ തന്നെ, നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ച് നല്ലൊരു ക്ലെൻസർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു, സ്മൂത്ത് ആൻഡ് സപ്പിൾ ആക്കി വെക്കുന്നു. പക്ഷേ ഈ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ ആണ്. പിന്നെ ഒരു ഫ്രഷ് ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ് ഇതിൽ വരുന്നത്.
ഇതിൻ്റെ ടെക്സ്ചർ ഒരു വാട്ടർ ജെല്ലി ടെക്സ്ചറാണ്. ജനറലി നമ്മൾ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു 1 minute ഒക്കെ നമ്മൾ സ്കിന്നിൽ വെച്ച് നന്നായിട്ട് ജെന്റ്ലി നമ്മൾ മസാജ് ചെയ്തിട്ട് വേണം വാഷ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഈ ക്ലെൻസർ അബ്സോർബ് ആകണം. ഈ ക്ലെൻസർ ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ പ്രൈസ് 399 rupees ആണ്. അടുത്ത ഫേസ് വാഷും ബയോക്യൂളിന്റെ തന്നെയാണ്. പക്ഷേ ഇത് ബയോക്യൂളിന്റെ എവർഗ്ലോ റേഡിയൻസ് ഫേസ് വാഷ് ആണ്. ഈ ഒരു ഫേസ് വാഷ് മെയിൻ ആയിട്ട് പ്രോമിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആകുന്നതാണ്. സംശയമൊന്നും വേണ്ട, കാരണം ഇതിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ആർബിട്രിൻ അടങ്ങിയിട്ടുണ്ട്, AHA ഉണ്ട്. പിന്നീട് ഇത് ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതും കൂടെയാണ്. അതുകൊണ്ട് എന്ത് സ്കിൻ കൺസേൺ ഉള്ള ആൾക്കാർക്കും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഈ ഒരു ഫേസ് വാഷിൽ ഈ എവർഗ്ലോ റേഞ്ചിൽ വരുന്ന ഈ ഒരു ക്ലെൻസറിന് നാച്ചുറലി നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ് കാരണം തന്നെ സെൽ റിന്യൂവൽ ആൻഡ് റീജനറേഷൻ നടക്കുന്നു. അപ്പോൾ നമ്മുടെ സ്കിൻ വളരെയധികം സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആവുന്നു. ഇതിൽ കക്കഡു പ്ലം ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്, പോളിഫെനോൾസ് ഉണ്ട്. ഈ കോമ്പോണൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യുന്നു. ഈ കോമ്പോണൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ ലുമിനോസിറ്റിയും റേഡിയൻസും ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സ്കിന്നിനെ നല്ലതായിട്ട് ഈവൻ ടോൺ ആക്കുന്നു. മെലാനിൻ പ്രൊട്ടക്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നു. ഹൈപ്പർ പിഗ്മെന്റേഷൻ കൺട്രോൾ ചെയ്യും. നമ്മുടെ സ്കിന്നിൽ എന്ത് ടൈപ്പ് ഓഫ് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിഗ്മെന്റേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കോമ്പോണന്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഈവൻ ടോൺ ആകുന്നു. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ആണ് ഈ എവർഗ്ലോ, ബയോക്യൂളിന്റെ എവർഗ്ലോ എന്ന് പറയുന്ന ഫേസ് വാഷ്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിൻ കുറച്ചും കൂടി ഗ്ലോയിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത് ഓൾ സ്കിൻ ടൈപ്പിനായതുകൊണ്ട് സ്കിന്നെ സ്ട്രിപ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ കൂടുതൽ ഓയിലി ആക്കില്ല, ഒന്നും ആക്കില്ല. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാലൻസ് അനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ വയ്ക്കും. പിന്നീട് നമ്മളിത് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഒരു 1 week തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ സാധിക്കും. നമ്മുടെ സ്കിന്ന് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്മളൊരു പ്രോഡക്റ്റ് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് നമുക്ക് തന്നെ തോന്നും. ഇതിൽ AHA വരുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസിനെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് നമുക്കൊരു നാച്ചുറൽ ഗ്ലോ കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫേസ് വാഷും 399 rupees ആണ്. ഇതും നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ദാറ്റ് ഈസ് ബയോക്യൂളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആമസോൺ, നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 3 ഓൾ സ്കിൻ ടൈപ്പിനുള്ള ക്ലെൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഞാൻ ഹൈപ്പൻ്റെ സ്കിൻ കെയർ കാണിച്ചു തന്നു. എന്നിട്ട് അതിനുശേഷം ബയോക്യൂളിൻ്റെ 2 പ്രോഡക്റ്റ് ഓൾ സ്കിൻ ടൈപ്പിനുള്ളത് കാണിച്ചു തന്നു കഴിഞ്ഞു. ഇനി ഞാൻ നോർമൽ, ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ക്ലെൻസറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. ഇത് .N-Keyയുടെ ആണ്. .N-Key സ്കിൻ കെയർ അറിയാലോ. അപ്പോൾ .N-Key സ്കിൻ കെയറിൻ്റെ ബാരിയർ റിപ്പയർ ആൻഡ് ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ് ആണ്. ഇതിൽ 5 സെറമൈറ്റ്സ് വരുന്നുണ്ട്. അതിനോടൊപ്പം ജാപ്പനീസ് റൈസ് വാട്ടറും വരുന്നുണ്ട്. നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് കഴിയുമ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചില ആൾക്കാർ ഫേസ് വാഷ് ചെയ്യാറില്ല. ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ സ്കിൻകാർ കൂടുതലും ഫേസ് വാഷ് ചെയ്യാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ഡ്രൈ ആകുന്നു എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചില ആൾക്കാർ ഫേസ് വാഷ് ചെയ്യാറില്ല. കാരണം നാച്ചുറൽ ഓയിൽ, രാത്രി പ്രൊഡ്യൂസ് ചെയ്ത നാച്ചുറൽ ഓയിൽ തന്നെ ഫേസിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് എല്ലാ പ്രാവശ്യവും അത് നല്ലതാകണം എന്നില്ല. കാരണം നമ്മൾ രാത്രി ഉറങ്ങി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം രാവിലെ എപ്പോഴും ഫേസ് വാഷ് ചെയ്യുക. അപ്പോൾ അത് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡേർട്ടും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫേസിൽ തന്നെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴും നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. കാരണം ഓയിൽ പൊല്യൂഷൻ എല്ലാം നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ. നമ്മൾ എത്ര നമ്മുടെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഡ്രൈ ആകും എന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും സ്കിൻ വാഷ് ചെയ്യുക. നമ്മുടെ സ്കിൻ കൺസേൺ, ഇപ്പം ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കൺസേണിനനുസരിച്ചിട്ടുള്ള ക്ലെൻസർ തന്നെ ചൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഒരിക്കലും ഡ്രൈ ഔട്ടായി പോകില്ല, എക്സസീവായിട്ട് ഡ്രൈ ഔട്ടായി പോകില്ല. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് പറ്റിയ ഫേസ് വാഷാണ്, ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ ഫേസ് വാഷാണ്. ഇതിൽ 5 സെറമൈറ്റ്സ് ഉള്ളത് കാരണം നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നു. പ്രോബയോട്ടിക്സ് ഉള്ളത് കാരണം നമ്മുടെ സ്കിൻ മൈക്രോബയോമിനെ ബാലൻസ് ചെയ്യുന്നു. പിന്നെ ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഹൈലറോണിക് ആസിഡ് വരുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നാച്ചുറലി ഹൈഡ്രേറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ഇൻഫ്ലമേഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ജാപ്പനീസ് റൈസ് വാട്ടർ ഉണ്ട്. അത് കാരണം തന്നെ അത് ഇൻഫ്ലമേഷനെ എല്ലാം സൂത്ത് ചെയ്യുന്നു. വളരെ ഒരു എന്താ പറയുക, ഒരു ജെന്റിൽ ക്ലെൻസർ ആണ്. N-Keyയുടെ മിക്ക പ്രോഡക്ട്സും നല്ല പ്രോഡക്ട്സ് തന്നെയാണ്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു ക്ലെൻസർ. സ്കിന്നിൻ്റെ pH ലെവൽ വെച്ചിട്ടാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിനെ ഓവർ ഡ്രൈ ആക്കില്ല. ഓവർ ഡ്രൈ ആക്കാതെ തന്നെ ബാലൻസിൽ നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ അത് വെക്കും.
ഇനി ലാസ്റ്റ് പ്രോഡക്റ്റും ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ്. ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ കൂളിംഗ് ജെൽ ഫേസ് വാഷ് ആണ് വിത്ത് വിറ്റമിൻ സി ആൻഡ് ക്യൂക്കംബർ. വിറ്റമിൻ സി എന്തായാലും എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് വിറ്റമിൻ സിയിലുണ്ട്. അതുപോലെ തന്നെ ക്യൂക്കംബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു കൂളിംഗ് എക്സ്ട്രാക്ട് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ വളരെ സൂത്ത് ആക്കാനായിട്ട് അതും ഹെൽപ്പ് ചെയ്യുന്നു. ഈ വാട്ടർമെലൺ ജെൽ ക്ലെൻസർ എന്ന് പറയുന്നത് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ കാണിച്ച നോർമൽ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. വാട്ടർമെലൺ എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് ഉള്ളത് കൊണ്ട് ഇത് എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നീട് സ്കിന്നിനെ കുറച്ച് കൂളാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്യൂക്കംബർ ഉള്ളത് കാരണം തന്നെ സ്കിന്നിൽ എന്ത് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഓയിലി സ്കിൻ കാരണം ചിലപ്പം നമുക്ക് ആക്നീസ് വരാം, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് സ്കിന്നിൽ ഉണ്ടാവുന്ന എന്ത് ഇറിറ്റേഷനോ ഇൻഫ്ലമേഷനോ കൺട്രോൾ ചെയ്യാനായിട്ട് ക്യൂക്കംബർ ഹെൽപ്പ് ചെയ്യും. പിന്നീട് വിറ്റമിൻ സിയുടെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലൂമിനസ് ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വിറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ജെൽ ക്ലെൻസറിന്റെ റേറ്റും 249 rupees ആണ്. ഞാൻ നേരത്തെ കാണിച്ചെന്ന ഡോട്ട് ആൻഡ് കീയുടെ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ജെൽ ക്ലെൻസറിനും 249 rupees ആണ്. ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന എല്ലാ ക്ലെൻസേഴ്സും പാരബിൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, SLS ഫ്രീ ആണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെയധികം ക്ലീൻ ബ്രാൻഡാണ് ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന എല്ലാ ബ്രാൻഡും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻസും കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് പെയ്ഡ് കൊളാബൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു 5 ഫേസ് വാഷസ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതുപോലത്തെ 5 ഫേസ് വാഷസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒത്തിരിയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് കാരണമാണ് ഞാൻ 5 പ്രോഡക്ട്സ് വെച്ചിട്ട് കാണിച്ചു തരുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന ഈ ഫേസ് വാഷസ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ സ്കിൻ കൺസേൺ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.